നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഇനി ശൂർപ്പണഖ വിലാപമാണ്. രാവണഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ, സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ, മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനു മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം, ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ, ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ, ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാനൊടുക്കുവൻ, സത്യം ചൊല്ലെന്ന നേരം അവളുമുര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ, സ്ത്രീജിതൻ അതിശടനെന്തറിഞ്ഞിരിക്കുന്നു, രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്ന വൃഥാ, ചാരചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം, നാരീസേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും, കേട്ടതില്ലയോ ഖരദൂഷണത്രിശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും, പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ, എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ, എന്നോടു ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും, എന്തൊരു മൂലമവൻ കൊല്ലുവാനെന്നുമെന്നാൽ, അന്തകൻ തനിക്കു നൽകിയിടുവൻ അവനെ ഞാൻ. സോദരി ചൊന്നാളതു കേട്ടു രാവണനോടു യാതുധാനാധിപതേ, കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം, കാനനത്തൂടെ ചെന്നു ഗൗതമീ തടംപുക്കേൻ, സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം, ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ട്, ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും, സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും, ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ, ദേവഗന്ധർവനാഗമാനുഷ നാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം, ഇന്ദിരാദേവിതാനും
ഗൗരിയും വാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴിപോലെ കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാം വികൽപ്പമില്ലൽപ്പവും ഇതിനിപ്പോൾ ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ നാസാകർണച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ യുദ്ധാർത്ഥം നക്തഞ്ചരാനീകിനിയോടും അവൻ ദോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക 3:45 കൊണ്ടവനൊടുക്കിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയാളാം ജാനകീദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും ത്വൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണമുത്സാഹം ചെയ്തിടുകിലെത്രയും നന്നു ഭവാൻ തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകുമവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരികയുള്ളൂ സോദരീ വചനങ്ങളിങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നെ മണിയറ തന്നിലങ്ങകം പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം എത്രയും ചിത്രമോർത്തോളമിതമൊരു മർത്യനാൽ 3:45 നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രദൻ ധാതാവു മുന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളു ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു രാവണമാരീച സംവാദമാണ്. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞതു ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു തേരതിലേറിയിടിനാൻ ദേവ സഞ്ജയ വൈരി പാരാവാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിന മാരീചനും ലൗകികാത്മനാഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി
മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും. എന്തൊരാഗമനമിതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ. രാമലക്ഷ്മണന്മാരെന്നിവർ ഇരുവർ ഇതുകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ. ബലാൽ എന്നുടെ ഭഗിനി തൻ നാസികാ കുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേകനായിട്ടെതിർത്തുരണത്തിങ്കൽ. കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവൻ. അതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തികന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ? നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലത് നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ. നല്ലതല്ലേതും നിനക്കി തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണി രഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളു ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചുകൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ. ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവുമർത്ഥിച്ചു ദയാനിധി. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെയെന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ, സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ. പോയാലും പുരം പൂക്കു സുഖിച്ചു വസിക്ക നീ. മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ, ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ. പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാൻ ആളാരടോ. നന്നു നിന്ന ജ്ഞാനം ഞാനിങ്ങനെയോർത്തിയിലൊട്ടും. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടു പോരുക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ, പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നെപ്പോലെ. ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾക്കൂണാക്കിയിടുണ്ട് ഇന്നു തന്നെ എന്നതു കേട്ട് വിചാരിച്ചതു മാരീചനും.
നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കേണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജാ ഭവാനാജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു. വിചിത്രാകൃതി കലർന്നൊരു പൊൻനിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തികന്ധരൻ തേരിലമ്മാറു കരേറിനാൻ. ചെന്താർ ബാണനും തേരിലേറിനാനതു നേരം. ചെന്താർ മാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു അന്ധനായി ചമഞ്ഞിതു. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി. ചാരുപുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു. മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപ്പുക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും. രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണവിജേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേകാന്തേ കാന്തേ കേൾ നീ. രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ. നീയൊരു കാര്യം വേണമതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ. രാവണവധം കഴിഞ്ഞുകൂടുവോളം ആശ്രയാശങ്കലോരാണ്ടിരുന്നിടണം. ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകീദേവി താനും കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നതു. മഹാവിഷ്ണു മായയുമപ്പോൾ. മരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതിനേതും എത്രയും അടുത്തു വന്നിടുന്നു. മരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലീ വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്ത ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമോട് ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനുമതു കൊണ്ടു ഭൂമിയിൽ വീണ നേരം വൻമല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാൻ അയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര. ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ
അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ? ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊൽക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോടു ചൊന്നാൻ, ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തി കന്ധരൻ തനിക്കതിനുള്ളുപായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവഴി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകില രക്ഷണാൽ. വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മനസ്സേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോ ജാതിയിലത്രേ നീയുമുണ്ടായി നൂനം. ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലല്ലോ. രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുട നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങ് ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാനറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദരബുദ്ധ്യാധരിച്ചീല രാഘവനേതും. രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി? ധിക്തികത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ. മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ ദേവിയദ്ദേവകളെ ഫലമേൽപ്പിച്ചു മന്ദം. പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്ധനായവതരിച്ചിടിനാനവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നിടുക തപോനിധേ. ഭർത്താവു വരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും. ക്ഷുത്രിടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുക്താലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനേ കമനീയാങ്കി നീ ആരമലേ ചൊല്ലിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠുരജാതികളാം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്തൊരായുധപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനീ സുതയതു കേട്ടുര ചെയ്തിടിനാൾ. മേദിനീ
അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനനായ രാമൻ അത്ഭുതവീര്യൻ തന്നുടെ ധർമ്മഭഗ്നി ജനകാത്മജനാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായിങ്ങു വന്നിരിക്കുന്നു. ദണ്ഡകവനം തന്നിൽ 14 കഴിവോളവും വേണം താനും. അതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞീലേതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ തൈലോകത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിന്നു നീ പോരേണം മയാ സാഗം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാൽ എന്തു ഫലം? താപം ഉൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരീ. മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിഭഗ്നിയ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം. ദശാനനം 20 മഹാഭുജം അഞ്ജനശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവ പത്നിയെയും തേരതിലെടുത്തു വച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. ഹാഹാ മൽപ്രാണീശ്വര പാഹി മാം ഭയാതുരാം. ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കുന്നു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃധ്രരാജനും ഒരു പത്രവാനായുള്ളൊരു കുധ്രരാജനെപ്പോലെ ബദ്ധവൈരത്തോടതിക്രുദ്ധനായ അഗ്രേ ചെന്ന് യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനിലക്ഷുബ്ധമായി ചമയുന്നിതദ്രികളിളകുന്നു വിദ്രുതമതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറിമുറിഞ്ഞു വശം കെട്ടു തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു കൊന്നു തേർത്തടം തകർത്തിതു കാക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു യാത്രയും മുടങ്ങിമൽ കീർത്തിയും ഒടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രിചാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെത്തത്ര ധാത്രിയിൽ നിർത്തി. പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ ഇക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷതചിത്തത്തോടും ദക്ഷിണദിക്കു നോക്കി മറ്റൊരു തേരിലേറിത്തെറ്റെന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനില്ലുറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ. കറ്റവാർ കുഴലിയാം ജാനകീദേവി താനും
ഭർത്താവു തന്നെ കണ്ട് വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായികെന്നു പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വി മണ്ഡലമകന്നാശു മേൽപോട്ടു പോയാൾ. അയ്യോ രാഘവ ജഗന്നായകാദയാനിധേ, നീ എന്നെയുപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോ നായകനെന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാദയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ, ഭൂമി ദേവിയുമെന്നെ വെടിഞ്ഞാളിതുകാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ, കൗണപാധിപനെന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ സത്വചേതസ മഹാസത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ വേഗേന നടന്നിടിനാനതു നേരം. പൃഥ്വീപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം ആദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരീയാർത്ഥഖണ്ഡം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്നകതാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചതു സീതാദേവി. മർത്തനാം നക്തഞ്ചരനറിഞ്ഞീലതുമപ്പോൾ അബ്ധിയുമുത്തീര്യതൻ പത്തനം ഗത്വാ തൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകകാനനദേശേ. ശുദ്ധഭൂതലേ മഹാശിംശപാതരുമൂലേ ഹൃദ്യമാരായ നിജ രക്ഷോ നാരികളെയും നിത്യവും പാലിച്ചുകൊള്ളുന്നുറപ്പിച്ചു തൻ്റെ ഉവസ്ത്യമുൾപ്പുക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകീദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചിടിനാളതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്ത്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനീ ചരകുലനാരികളുടെ മധ്യേ നീഹാര ശീതാതപവാദ പീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കമുൾക്കൊണ്ടുമായ സങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തോ. അപ്പോൾ സീതാദേവിയെയും കൊണ്ട് രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോയി. യുദ്ധത്തിൻ്റെ ആദ്യപടി അല്ലേ. അവർ വന്നതിൻ്റെ ലക്ഷ്യം ഇതാ തുടക്കമായിരിക്കുന്നു. അധ്യാത്മരാമായണത്തിൽ ഇതെല്ലാം രാമനും സീതയും അറിഞ്ഞുകൊണ്ടാണ്. കാരണം അവർ അവതാരങ്ങളാണല്ലോ. പക്ഷേ വാൽമീകി രാമായണത്തിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ, മനുഷ്യനായി തന്നെയാണ് രാമനും സീതയും വർത്തിക്കുന്നത്. പക്ഷേ അവർക്കറിയാം. കാരണം അവർ അങ്ങ് നിന്ന് പോന്നപ്പോൾ മുതൽ ധർമ്മരക്ഷണാർത്ഥം വനത്തിൽ 14 വർഷം അധർമ്മനാശത്തിന് രാക്ഷസനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ, രാക്ഷസരെ കൊന്ന് താപസവർഗത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ അവർ പോരുന്നത്. ആദ്യമേ തന്നെ സീതാദേവി സംശയം പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഈ ഒരു വൈരമില്ലാതെ ആൾക്കാരെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് പാപമല്ലേ? ദേവി പറയുന്നത് രാക്ഷസരെ കൊല്ലണം, താപസരെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോയല്ലോ. എന്നിട്ട് 10 വർഷം അവിടെ കൂടെ താമസിച്ചു എന്ന് പറയുന്നില്ലേ. അപ്പോൾ ആ പോണ വഴിക്ക് ദേവി ചോദിക്കുന്നുണ്ട്, സീതാദേവി ചോദിക്കുന്നുണ്ട്, പാപങ്ങൾ 3 തരമുണ്ടല്ലോ പ്രഭു.
മുഖ്യമായത് അസത്യം പറയുക, രണ്ടാമത് പരസ്ത്രീ ഗമനം. ഇത് രണ്ടും അങ്ങേക്കില്ലല്ലോ. പിന്നെ വൈരത്തിന് കാരണമില്ലാതെയുള്ള പരഹിംസ. ഇവിടെ ആദ്യത്തെ രണ്ടും രാമനില്ല. മൂന്നാമത്തെ പാപം ചെയ്യാതെ അത് എങ്ങനെ, അത് പാപമാവില്ലേ എന്ന് സീത ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ അവരോട് വാക്ക് പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് അവരെ എന്താണേലും രക്ഷിക്കണം, എവിടെയാണേലും അവരെ രക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സീതയെ നിന്നെയാണേലും ലക്ഷ്മണനെയാണേലും ഉപേക്ഷിച്ചാണേലും ഞാൻ ധർമ്മത്തെ സംരക്ഷിക്കും എന്നന്ന് രാമൻ പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം തന്നെ സീത ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, ആ മൂന്നാമത്തെ പാപം ചെയ്യാതെ രാമനെ രക്ഷിക്കാൻ ദേവി തന്നെ വഴിയാവണം എന്ന്, അല്ലേ? അങ്ങനെയായിരിക്കാം. ഏതായാലും അധ്യാത്മരാമായണത്തിൽ രാമനും സീതാദേവിയും കൂടെ അറിഞ്ഞുകൊണ്ട് ഒരു നാടകം പോലെ ആണ് അവതരിപ്പിക്കുന്നത്. അതിന് സീതയെയാണ് രാവണൻ കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് രാവണൻ എത്തിയത്? ഖരദൂഷണന്മാരെയും ഇത്ര വലിയ സൈന്യത്തെയും കൊന്ന് കഴിഞ്ഞപ്പോൾ, ഇവിടെ പറയുന്നത് ശൂർപ്പണഖ പോയി പറഞ്ഞു എന്നാണ്. പക്ഷേ വാൽമീകി രാമായണത്തിൽ പറയുന്നത് അകമ്പനൻ എന്ന ഒരു ഭടൻ രക്ഷപ്പെട്ടായിരുന്നു. അയാളാണ് ആദ്യം ചെന്ന് രാവണനോട് പറയുന്നത്. ലങ്കയിൽ ചെന്ന് പറയുന്നു, ഖരദൂഷണന്മാരത്രയും രാമൻ്റെ സഹായകമേറ്റ് മരിച്ചു കഴിഞ്ഞു, ഇനി എന്താ ചെയ്യണേ, എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെയാണ് അവരെ ഇല്ലാതാക്കുക എന്ന് ചോദിക്കുമ്പോൾ അകമ്പൻ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, രാമൻ്റെ സുന്ദരിയായ ഭാര്യയെ മോഷ്ടിച്ചുകൊണ്ട് വന്നാൽ മാത്രം, അങ്ങനെയാണെങ്കിലേ രാമന് ഒരു നാശമുണ്ടാവുള്ളൂ, രാമൻ പ്രാണൻ തന്നെ വെടിഞ്ഞു കളയും സീതാദേവി പോയിട്ടുണ്ടെങ്കിൽ എന്ന് അകമ്പനൻ പറയും. അപ്പോൾ തന്നെ രാവണൻ നേരെ മാരീചൻ്റെ അടുത്ത് ചെല്ലും, ഇങ്ങനെ കാര്യങ്ങൾ പറയും. മാരീചൻ എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ ചെന്ന് കൊണ്ടുവരണം. അപ്പം മാരീചൻ പറയും, നിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് നിന്നോട് ഇത് പറഞ്ഞത്. കാരണം രാമൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് രാമനെ നേരത്തെ അറിയാം. രാമൻ ബാലനായിരിക്കുമ്പോൾ തന്നെ രാമൻ എന്നെ ഏറ്റുമുട്ടി യുദ്ധത്തിൽ അവൻ്റെ എല്ലാ കാര്യവും എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് രായ എന്ന വാക്ക് അക്ഷരം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിച്ചതാണ്. അപ്പോൾ രാവണൻ തിരിച്ചു പോയിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് പിന്നെ നമ്മുടെ ശൂർപ്പണഖ വരുന്നതും സീതയെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നതും. അപ്പോൾ രാവണൻ തീരുമാനിക്കുന്നു ഏതായാലും. അപ്പോൾ സീതയുടെ ഇത്രയും സൗന്ദര്യമൊക്കെ എടുത്തെടുത്ത് പറഞ്ഞ് ഈ പെങ്ങള് സഹോദരിയായ ശൂർപ്പണഖ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏതായാലും കൊണ്ടുവരണം എന്ന് തീരുമാനിച്ച് തന്നെ പോകുന്നതാണ് രാവണൻ. രണ്ടാമത് ചെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും നിവൃത്തിയില്ലെന്ന് കണ്ട് ഈ പറഞ്ഞതുപോലെ ഇയാളെ കൊണ്ട് വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നരകം തന്നെ കിട്ടുള്ളൂ, അതിലും ഭേദം രാമൻ്റെ അമ്പ് കൊണ്ട് മരിക്കുന്നതാണെന്ന് തീരുമാനിച്ച് നമ്മുടെ മാരീചൻ ഒരു മാനായിട്ട്, അതിസുന്ദരനായ മാനായിട്ട് ചെന്ന് സീതയുടെ മുമ്പിൽ, രാമൻ്റെയും സീതയുടെയൊക്കെ മുൻപിൽ ആടിക്കളിച്ച് രാമനെ സീത പറഞ്ഞു വിടുന്നു. നമ്മുടെ ലക്ഷ്മണൻ പറയുന്നുണ്ട്, അത് മാരീചനാണ്, അവൻ എന്ത് വേഷവും കിട്ടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനെ കൊല്ലാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമൻ പോകുന്നത്. അപ്പോൾ സീതാദേവി എല്ലാവരും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ ശരിക്കും, അല്ലെങ്കിൽ ലക്ഷ്മണനെ രാമൻ പോയിട്ട് അവിടെ ചെന്ന് ഈ മൃഗത്തെ പിടിക്കാനാവുന്നില്ലെന്ന് കണ്ടപ്പോൾ അമ്പ് ചെയ്തു. അപ്പോൾ അത് മാരീചനായി. മാരീചനെ അമ്പ് കൊണ്ടപ്പോൾ അവിടെ കിടന്ന് അയ്യോ ലക്ഷ്മണ എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് കിടന്ന് കരഞ്ഞു. ഉടനെ സീത കേട്ടു, ലക്ഷ്മണനെ പറഞ്ഞു വിട്ടല്ലോ. ലക്ഷ്മണൻ ആകുന്നത്ര പറയുന്നുണ്ട്. അപ്പോൾ സീത വളരെ വളരെ മോശമായിട്ട്, നീ മനഃപൂർവ്വം ഞങ്ങളുടെ കൂടെ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് സീതയെ മോഹിച്ചിട്ടാണ് ഭരതൻ പറഞ്ഞു വിട്ടിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ലക്ഷ്മണൻ അതിയായ ഖേദത്തോടെ പോവുകയാണ് ചെയ്യുന്നത്.
അവസാനം സീത അടിവയറ്റിലിട്ട് അടിച്ച് കരയുവാണ് ചെയ്തത്. ഞാൻ രാമനില്ലാതെ ഞാൻ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ ഗത്യന്തരമില്ലാതെ ലക്ഷ്മണ രേഖയൊന്നും വരയ്ക്കുന്നില്ല കേട്ടോ. അത് അധ്യാത്മരാമായണത്തിലും ഇല്ല, മറ്റെവിടെയോ ആണ്. വാൽമീകി രാമായണത്തിലില്ല, അധ്യാത്മരാമായണത്തിലില്ല. അങ്ങനെ ലക്ഷ്മണൻ പോകുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ലക്ഷ്മണൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാവണൻ വരുന്നു. രാവണൻ വന്ന് താപസനായിട്ടാണല്ലോ വരുന്നത്. സീത സ്വീകരിച്ചിരുത്തി ഫലങ്ങളൊക്കെ കൊടുത്ത് സൽക്കരിച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ പറയുന്നു, ഞാൻ രാവണനാണ്, എൻ്റെ കൂടെ പോരണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോഴേക്കും സീത ക്രുദ്ധയാവുന്നു. കരച്ചിലല്ല, ക്രുദ്ധയാവുന്നു. സിംഹത്തിൻ്റെ ഭാര്യയെ മുയൽ ആഗ്രഹിക്കുന്നത് പോലെയാണല്ലോ നീ വരുന്നത്. ഇങ്ങനെ കുറേ ഉപമകൾ പറയുന്നുണ്ട്. അത്രയ്ക്ക് ഭർത്താവ് അടുത്തില്ലാത്തപ്പോൾ എന്നോട് വന്ന് ഇങ്ങനെ പറയാനും കൊണ്ടുപോകാനും നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ വളരെയേറെ ഭർസനം തന്നെ നടത്തുന്നുണ്ട് രാവണനോട്. എന്നിട്ട് പിന്നെ രാവണൻ കൊണ്ടുപോകുന്നത് പിടിച്ച് പൊക്കിയെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിടിച്ച് പൊക്കിയെടുത്ത് കൊണ്ടുപോയപ്പോൾ നമ്മുടെ പക്ഷി കാണുന്നു, ജടായു കാണുന്നു, രാവണനോട് യുദ്ധം ചെയ്യുന്നു. പക്ഷി ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്, ജടായു ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് രാവണനെ. ഇത് വളരെ മോശമായൊരു കാര്യമാണ്, രാമനാണെന്ന് അറിയുമോ, നിന്നെ വച്ചേക്കുകയില്ല, അദ്ദേഹത്തിൻ്റെ പത്നിയെ കൊണ്ടുപോകുന്നത് എത്ര മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല എന്തായാലും എന്നും പറഞ്ഞ് യുദ്ധം ചെയ്ത്. അപ്പോൾ ചന്ദ്രഹാസം എടുത്ത് ചിറകുകൾ രണ്ടും വെട്ടി താഴെ ഇട്ടിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സീത ഇത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ലക്ഷ്മണൻ 13 വർഷം അവരുടെ കൂടെ കഴിഞ്ഞ ലക്ഷ്മണൻ എത്ര നല്ലവനായിട്ടാണ്, എത്ര നന്നായിട്ടാണ് സീതയോട് പെരുമാറിയിട്ടുള്ളതെന്ന് സീതയ്ക്കറിയാം. മനഃപൂർവ്വം രാവണൻ്റെ കൂടെ രാവണനെ പിടികൊടുക്കുകയാണ് സീത ചെയ്യുന്നത്. ശരിക്കും സീതയ്ക്ക് ആയുധങ്ങളൊന്നുമില്ല. സീത അധർമ്മത്തിൻ്റെ നേതാവായ രാവണൻ്റെ അടുത്തെത്തണമെങ്കിൽ, ലങ്കയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നല്ലൊരു പണിയാണ് അല്ലേ. അതിനൊരു യോദ്ധാവായിട്ട് തന്നെ, ഒരു ചാരനെ പോലെ അവിടെ എത്തിപ്പെടാനുള്ള ഒരു വഴിയായിട്ട് സീത ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. സീതയ്ക്ക് അറിയാം. മനഃപൂർവ്വമാണ് ലക്ഷ്മണനോട് ഇത്രയും മോശമായിട്ട് സംസാരിച്ചത്. അതൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ സീത ഈ പടയ്ക്ക് മുൻപേ പോയ പടയാളിയാണ് സീത അല്ലേ. എന്നിട്ടോ പോയ വഴിക്ക് മുഴുവൻ കരഞ്ഞ് വിളിച്ച് നാട് മുഴുവൻ അറിയത്തക്ക രീതിയിൽ, കാരണം രാമൻ അറിയണം ഇതിലെ കൊണ്ടുപോയി, ആര് കൊണ്ടുപോയി എന്നൊക്കെ രാമൻ അറിയണം. എന്നിട്ട് രാമൻ അവിടെ വരണം. അതിന് വേണ്ടിയിട്ടല്ലേ. അധർമ്മത്തിന് പറഞ്ഞാൽ കുറേ, ഇപ്പോൾ 14,000 പടയെയും ഈ ഖരാദൂഷണന്മാരെയും എല്ലാവരെയും കൊന്നു. പക്ഷേ നേതാവിനെ വധിച്ചാലേ അത് മുഴുവനായിട്ടും നിലനിൽക്കും. അതുകൊണ്ട് ധർമ്മത്തെ വഴിക്കാൻ, അധർമ്മനാശത്തിന് നേതാവിനെ തന്നെ കൊല്ലണം. നേതാവിൻ്റെ അടുത്തെത്തണമെങ്കിലുള്ള ഏക പോംവഴി നമ്മുടെ സീതാദേവി മാത്രമാണ് എന്നുള്ള ആ ഒരു അറിവിൻ്റെ പുറത്താണ്. ലക്ഷ്മണനെ സംശയമില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതിന് വേറൊരു ഇതുകൂടി പറയുന്നുണ്ട്. സീതാദേവി എന്നിട്ട് പോണ വഴിക്ക് മുഴുവൻ ഇങ്ങനെ ചെയ്തു. എന്നിട്ട് ജടായു വെട്ടേറ്റ് വീണ് കഴിഞ്ഞപ്പോൾ ജടായുവിനോട് രാമൻ വന്നിട്ടേ നിൻ്റെ പ്രാണൻ പോകൂ എന്ന് ഒരു വരവും കൂടെ കൊടുത്തിട്ടാണ് സീത പോകുന്നത്. പോണ വഴിക്ക് നമ്മുടെ വാനരന്മാരെ കാണുന്നു. ഒരു മലയുടെ മുകളിൽ നിൽക്കുന്ന 5 വാനരന്മാരെ കാണുന്നു. അപ്പോൾ തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കീറിയെടുത്ത് അതിനകത്ത് ആഭരണങ്ങളെടുത്ത് സീത അതിലേക്ക് താഴോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രാമൻ കാണണേ. അപ്പോൾ പോണ വഴി മുഴുവൻ
കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയും കൂടി, ഒരു അടയാളങ്ങൾ കൂടി സൃഷ്ടിച്ചുകൊണ്ടാണ് സീത പോകുന്നത്. അത് ശരിയായ ഒരു പടയാളിയായിട്ട് തന്നെയാണ് സീത പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് രാമനും ലക്ഷ്മണനും കൂടി അവിടെ എത്തുമ്പോൾ, സുഗ്രീവൻ്റെ അടുത്തെത്തുമ്പോൾ സുഗ്രീവൻ ഇത് ആഭരണങ്ങൾ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാമന് കണ്ണുനീർ മൂലം ഇത് സീതയുടെ ആണോ എന്ന് നോക്കാനുള്ള ഇതില്ലാതെ വന്നു. അപ്പോൾ ലക്ഷ്മണനോട് പറയും, ലക്ഷ്മണ നോക്കൂ, അത് സീതയുടെ ആണോ എന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ പറയും, എനിക്ക് കമ്മലോ മാലയോ ഒന്നും ദേവിയുടെ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്നും നമസ്കരിക്കുന്ന പാദത്തിൽ കിടക്കുന്ന ആ ഇത് തന്നെയാണ്, കാൽത്തള തന്നെയാണ് ഇത് തീർച്ചയായും എന്ന്. അപ്പോൾ നമുക്കറിയാലോ സീതയുടെ അടുത്ത് എങ്ങനെയായിരുന്നു ലക്ഷ്മണൻ വർത്തിച്ചിരുന്നത് എന്ന്. കാൽപാദം മാത്രമേ കണ്ടിട്ടുള്ളൂ, ബാക്കി ശരീരഭാഗങ്ങളൊന്നും കാണാറേ ഇല്ല ലക്ഷ്മണൻ എന്നല്ലേ അതിനർത്ഥം. അങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത ആളല്ലല്ലോ സീതാദേവി, നല്ല ബുദ്ധിയുള്ള ഒരു വനിതാരത്നം തന്നെയാണല്ലോ. അപ്പോൾ തീർച്ചയായും ലക്ഷ്മണനെ യാതൊരു കാരണവശാലും സംശയിക്കില്ല. അപ്പം മനഃപൂർവ്വം ലക്ഷ്മണനെ മാറ്റിവിടാൻ വേണ്ടി മാത്രമാണ് സീത ഇത് ചെയ്തത്. ഈ മാൻ വന്നതും എല്ലാം ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ അധ്യാത്മരാമായണത്തിലെ, ഞാൻ പറയുന്ന വാൽമീകി രാമായണത്തിലെ സീതയ്ക്ക് അത് യഥാർത്ഥ സീതയെ തന്നെയാണ് കൊണ്ടുപോകുന്നത്, മായാസീതയെ അല്ല. അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സ്ത്രീകളെപ്പറ്റി തന്നെ പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ രാമായണത്തിൽ. അത് നമുക്ക് വഴിയെ വഴിയെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് നാളെ സീതാന്വേഷണത്തിന് രാമനും ലക്ഷ്മണനും കൂടെ പോകുന്നത് നാളെ കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്.